പുട്ട് പറക്കുന്ന ഒരു കാലം തൊപ്പിക്കുണ്ടായിരുന്നു കുറച്ചു കാലം മുന്നേ. അതൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. ചെയ്യും ഇതിനെ ആ റിവെഞ്ച് എടുത്തിരിക്കും. നിന്റെ ആനന്ദാശ്രമൊക്കെയുള്ള കുണ്ണ. How I challenge noobs. Tupi is a noob. എടാ മോനെ നിക്ക് തുപ്പിയുടെ സ്കോഡ് മൊത്തത്തിൽ നമ്മളെന്താ പറയുന്നുണ്ടല്ലോ, തുപ്പിയുടെ സ്കോഡ് മൊത്തത്തിൽ നിൽക്കേണ്ട വരും മനസ്സിലായി. എന്നാലും പറ്റുമെന്ന് തോന്നുന്നു. തൊപ്പിന് ഇപ്പോഴത്തെ പുതിയ സ്കോഡ് ഉണ്ടല്ലോ, മറ്റേ തൊപ്പിയും തൊപ്പിയുടെ കൂട്ടരും അവര് മൊത്തത്തിൽ നിൽക്കേണ്ട വരും തോന്നുന്നുണ്ട്. മോനെ തൊപ്പിക്കൊരു കാലം ഉണ്ടായിരുന്നു. നീയൊക്കെ തൊപ്പിന്റെ മുന്നിൽ വരാൻ മുട്ട് പറക്കുന്ന ഒരു കാലം തൊപ്പിക്കുണ്ടായിരുന്നു കുറച്ചു കാലം മുന്നേ. അതൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. ആ ടൈം നീ ഏറ്റ പരാജയങ്ങള് നീ ആലോചിച്ച് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ കുറച്ച് ഫീൽഡ് ഔട്ട് തന്നെയാടാ. ശരിയാടാ, ഞാൻ കുറച്ച് ടച്ച് വിട്ടിട്ടുള്ളത്. കളി ഞാൻ കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ബോണ്ടി ഉണ്ടപ്പുട്ടകളി ഒന്നിച്ച് കളിച്ചിട്ട് ഞാൻ ഇവന്മാരെ കളി ആയിപ്പോയി. ഈ മരം അത് നീ പറഞ്ഞത് ശരിയാണ്. ഈ തീട്ട സ്ക്വാഡിനെ ഒന്നിച്ച് ഞാൻ എടി എത്തൂല. ശരി തന്നെയാണ്. ഗെയിമിൽ ഞാൻ എടി എത്തൂല. ശരി തന്നെയാണ്. ഓക്കെ. പക്ഷെ എനക്കൊരു കാലം ഉണ്ടായിരുന്നു. MRG തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു BGMI പ്ലെയർ പണ്ടുണ്ടായിരുന്നു. അത് നീ ചിന്തിച്ചാൽ മതി. ഓക്കെ. അതിൽ നീ തോറ്റ കളികളും ഇതുമെല്ലാം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ. ഇപ്പൊ ശരി തന്നെയാണ്. എന്റെ കളി കുറച്ച് ഇതായിട്ടുള്ളത്. മോനെ അത് ഞാൻ തിരിച്ചു പിടിക്കും. പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. ഇതിന് ഞാൻ റിവെഞ്ച് എടുത്തിരിക്കും. ഓക്കെ. ഇന്നത്തെ കളി തന്നെ നമുക്ക് ഇതാക്കാം. ഇന്നത്തെ കളി തന്നെ നമുക്ക് അതിന് തിരിച്ചു കൊടുക്കാം. ഇത് നീയുമായിട്ട് ബന്ധമില്ലടാ. സോഡാ കുപ്പി ടീമിനെ പറഞ്ഞവന് നമ്മളെ ടീം തീട്ടം തന്നെയാണ്. അവൻ പറഞ്ഞത് ശരി തന്നെയാണ്. അതിലെന്താ തെറ്റ്? നമ്മളെ ടീം എന്ത്? നമ്മളെ ടീം ഒരു തീട്ടം തന്നെയാണ്. പിന്നെ വില കുറച്ച് കാണില്ല. എന്താണ് നീ എന്താ ചെയ്തത്? കടൽക്കാറ്റ് വരുന്നെന്ന് പറഞ്ഞ നീ ഇതിന്റെ അടിയിലാന്ന് പോയിട്ട് വിളിച്ചത്. അതിന്റെ കാര്യമല്ല ഞാൻ പറയും. ഇത് ഞാനും സായിപ്പ് തമ്മിലുള്ള TDMന്റെ കാര്യമാണ്. ഓക്കെ. പണ്ടത്തെ വ്യൂവേഴ്സിനെ അറിയാം. പണ്ടത്തെ വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട്. ലൈവില് എന്താ വിളിച്ചേ മോനെ? അത് ടോളിലാ വിളിച്ചേ? അത് മര്യാദ. എടാ നായിന്റെ പോലെ അല്ലല്ലോ മര്യാദ. നായിന്റെ മോനെ എന്നല്ല മര്യാദ. അത് ഞാൻ മറന്നുപോയി.
ആ മറന്നുപോയ പണിഷ്മെന്റ് അല്ല അതിന് പണിഷ്മെന്റ് ഉണ്ടോ? അതിന്റെ അവനക്ക് പണിഷ്മെന്റ് ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? അതിന് ഇന്നലെ ആരോ വിളിച്ചപ്പോ നീ വിളിച്ചോ? ആരോ ഒരാൾ ഇന്നലെ വിളിച്ചോ? പണിഷ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഇവ ഇപ്പൊ ഡെയിലി വിളിക്കുന്നുണ്ടോ 3 നേരം വെച്ചിട്ട്? ഇതെന്താ ആന്റിബയോട്ടിക്? ആ വിളിക്കുന്നുണ്ട് ഇപ്പൊ. ആരായാലും എന്താ സായിപ്പ് ലെജൻഡ്. എടാ സായിപ്പ് ലെജൻഡ് തന്നെ മോനെ, ഐ അഗ്രി, സായിപ്പ് ലെജൻഡ് തന്നെയാണ്. പക്ഷെ ഞാനൊരു ലെജൻഡ് ആയിരുന്നേ ഓക്കെ ശരിയാണ്. ഇപ്പൊ എന്താ പണ്ടെന്തായിരുന്നു എന്നുള്ളതിലല്ല, ഇപ്പൊ എന്താണെന്നുള്ളതിൽ തന്നെയാണ് കാര്യം. പക്ഷെ ഞാൻ ഗെയിമിൽ ഇറങ്ങിയിട്ടില്ല. ഇപ്പം എന്റെ തെറ്റാണോ? എന്റെ തെറ്റാണെന്നല്ലേ? ആ ശരി തന്നെ പോ, ശരി തന്നെ. ഇപ്പൊ എന്റെ കളി കുറവല്ലേ, പോട്ടെ കുഴപ്പമില്ല. ഞാൻ കളി ഒന്ന് ഇമ്പ്രൂവ് ആക്കിയിട്ട് പിന്നെയും പോയി ഞാൻ തോപ്പിക്കും. എടാ ഞാൻ കഴിഞ്ഞ എന്റെ പ്രൈമില് പണ്ടത്തെ കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. ഈ അടുത്ത് ഈ ഒരു കൊല്ലം മുന്നേ ഞാൻ കളിച്ച കളിയിൽ വരെ ഞാൻ സാഹിബിനെ തോപ്പിച്ചിട്ടുണ്ട്. ആണോ ഇല്ലയോ? അതിന്റെ വീഡിയോ എല്ലാം അതിൽ തന്നെ ലൈവിലും അടിയിടെല്ലാം ആയിട്ടുണ്ട്. ഞാൻ അവിടെ കിക്കിലോ ഏതോ പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യുമ്പോൾ ഞാൻ തോപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവും? അങ്ങനല്ല, അത് ഒരാൾക്ക് ഓരോ പ്രൈം ഉണ്ട്, ഓരോ പ്രൈം ടൈം ഇതുവരെ ഉണ്ടാവും. മനസ്സിലാവും? ഇതുവരെ ഞാൻ തോപ്പിക്കാത്തൊരു പ്ലെയറാന്ന് എന്നോട് വന്നിട്ട് ഇങ്ങനെ പറയുന്നെങ്കിൽ ഓക്കെ ശരി. സായിപ്പ് അൺബീറ്റബിൾ ആണെന്നറിയാം. അൺബീറ്റബിൾ എന്ന് പറഞ്ഞാൽ വേറൊരു ലീഗാണ്. അവരോട് നമ്മൾ ഇതാക്കാൻ നിൽക്കൂല. മനസ്സിലാ? അവരോട് നമ്മൾ സംസാരിക്കാൻ നിൽക്കൂല. ഓക്കെ, അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ജോനതെല്ലാം ബീറ്റബിൾ ആണ് ഞാൻ പറഞ്ഞത്. ചൈനീസ് പ്ലെയറിലും ഒക്കെ ഭയങ്കര അത്രയും വലിയ അൺബീറ്റബിൾ. അതായത് അയാൾ നമുക്ക് ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല. ഇതുവരെ നമ്മൾ അയാളെ തോപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു ഇതാണെങ്കിൽ അയാളോട് നമ്മൾ വെല്ലുവിളിക്കാൻ ഇതാക്കാൻ. പക്ഷെ സായിപ്പിനെ ഞാൻ തോപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്റെ പ്രൈമിലുള്ള ടൈമിൽ ഞാൻ തോപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ പ്രൈമിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ, സായിപ്പും തോപ്പിച്ചിട്ടുണ്ട്. ശരിയാ, സായിപ്പ് എന്നെയും തോപ്പിച്ചിട്ടുണ്ട്, ഞാൻ സായിപ്പിനെ തോപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഇതില്ലല്ലോ. ഇപ്പൊ ആരാണെങ്കിൽ ഏത് സമയത്താണ് പ്രാക്ടീസ് ചെയ്ത് കയറാം. മനസ്സിലാവും? ഗെയിം എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയാണോ? ഒരാളെ നോക്കും, ഒരാളെ ചോദിക്കും, വാട്ടവർ ആയാലും വിട്. കോൾ സായിപ്പ് ഇപ്പൊ ഇല്ല. ഞാൻ പറയാല മുത്തേ, നമുക്ക് ഈ വർത്താനം പറഞ്ഞ് മറുപടി പിടിക്കുന്ന പരിപാടിക്ക് ഞാൻ ഇല്ല. ഓക്കെ, കളിച്ച് ഞാൻ സെറ്റ് ആയതിനു ശേഷം മാത്രമേ, ഞാൻ റെഡിയായി നിനക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ സായിപ്പിനെ വിളിക്കും. ഓക്കെ, ആരൊക്കെയാ ആരൊക്കെ കളിക്കുന്നത്? പോയട്ടെ. എന്തിന് പെണ്ണുങ്ങളോട് അപമര്യാദയായിട്ട് പെരുമാറാൻ? പെട്ടെന്ന് കളിക്കാനുള്ളവരെല്ലാം കളിക്കുവാ. എനക്ക് ആരും വേണമെന്നില്ല, ഞാൻ ഒറ്റക്ക് കളിക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ ഒന്നിച്ച് കളിക്കുന്നില്ല. അങ്ങനെയല്ല, ഞാൻ ഒറ്റക്ക്, നിങ്ങൾ ടീമിലുണ്ടായിക്കോട്ടെ, ഞാൻ ഒറ്റക്ക് സോളോ സ്ക്വാഡ് പോലെ കളിക്കാൻ പോകും. പെട്ടെന്ന് കേറ്. എന്താക്കാൻ ഏതോ ഇവരാകുന്ന ടൈം കൊണ്ട് നമുക്കൊരു കളി കളിക്കാനുള്ള ടൈം. അതാണ്. 4 ആളായോ? ആരൊക്കെയാ? കൈവൊക്കെ കളിക്കുന്നവര് മാത്രം. പുട്ടുകുറ്റികളും 3 ഞാനും. ഓക്കെ, ആസ് ഓൾവേസ് ഞാൻ നിങ്ങളെ കാര്യം നോക്കുന്നില്ലേ, ഞാൻ എന്റെ സ്വന്തം കളി. മമ്മു, നമുക്കൊരു ടീമായിട്ട് കളിക്കാം. ഞാനും നീ ഒരു ടീം. അതിലൊക്കെ ഉള്ള ആരാ? ഇങ്ങനെ നടക്കൂലേ? അവരവർ കളിക്കുമ്പോ അവരവരെ പേര് തന്നെ കളിക്കണം. മനസ്സിലാ? ഇത് ഓരോ ദിവസം ഓരോ. ഇതെന്താ അതെന്റെ പ്രോഗ്രസ് ആണ്. മനസ്സിലാവും? ഇല്ലെങ്കിൽ മൊത്തമായിട്ട് ടച്ച് വിട്ടിട്ട് ഇപ്പൊ സായിബെല്ലാം വന്ന് കളിയാക്കുന്ന കാണുന്നില്ലേ? എനിക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരണം. അതെ, ഇതെന്റെ പേഴ്സണൽ കാര്യം. എനിക്ക് നിങ്ങളെ ഫീലിങ്സ് മനസ്സിലാവും. ശരിയാണ്, നിങ്ങൾക്ക് ഗെയിം എന്താന്ന് അറിയില്ല. ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഗെയിം പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഞാൻ ഗെയിം പഠിപ്പിച്ചു തരാം. ഓക്കെ, ഞാൻ ഗെയിം പഠിപ്പിച്ചു തരാം. അതായത് ഇതാണ് പോച്ചിക്ക്. ഓക്കെ, ഒരു മിനിറ്റ്. ഇതിപ്പോ നമ്മൾ ആദ്യം ഫ്ലൈറ്റിൽ കയറും. ഇതിപ്പോ എന്താ സംഭവം അറിയാം? ഈ മുകളില് ലെഫ്റ്റ് സൈഡിലായിട്ട് റിമൈനിങ് പ്ലെയർ 99 ഫിനിഷ്ഡ് 0 എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ആദ്യം മുതൽ നിങ്ങളെ ഗെയിം പഠിപ്പിച്ചു തരാൻ പോയത് അറിയാത്തവർക്ക്. അതായത് ഇപ്പൊ 99 ആൾക്കാരുണ്ട്. 99 അല്ല, 100 ആൾക്കാരാണ് പൊതുവെ. ഇപ്പോൾ ഒരാൾ എവിടെ പോയതാ. അപ്പം 100 ആൾക്കാരാണ് ഈ ഗെയിം കളിക്കാം. 100 ആൾക്കാർ 4 ആൾക്കാരെ ടീമായിട്ട് തിരിയും. ഓക്കെ, അപ്പൊ എത്ര ടീമായി? 25 ടീമായി. ആ 25 ടീമിൽ ഒരു ടീം നമ്മളാണ്. ബാക്കി 24 ടീമുകളും ഹിന്ദിക്കാരും തമിഴന്മാരും കന്നഡക്കാരും ചിലപ്പോൾ മലയാളീസ് ഉണ്ടാവും. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ടീമുകളുണ്ടാവും. ഈ എല്ലാവരും ഈ മാപ്പിൽ ഓരോ ഭാഗത്തായിട്ട് ഇറങ്ങും. ഇപ്പം ഓരോ സ്ഥലങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ ഇറങ്ങുന്ന പൊച്ചിങ്ങയാണ്. പൊച്ചിങ്ങയാണ് ഈ സ്ഥലത്തിൻ്റെ ഹാർട്ട്. ഈ ഗെയിമിൻ്റെ ഹാർട്ട് പൊച്ചിങ്ങയാണ്, ഏറ്റവും നടുവിലുള്ള സ്ഥലം. മനസ്സിലാവും? നമുക്ക് ഈ ഭാഗത്തേക്ക് ഇറങ്ങാം. ആളുടെ ഒരു ടീമുണ്ട്. അല്ല, പണ്ട് പോർച്ചുഗലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾ. ഇപ്പൊ വേറെ കുറെ സ്ഥലങ്ങളിലേക്ക് സ്പ്ലിറ്റ് ആയി. എന്നിട്ട് നമ്മളിങ്ങനെ ഇറങ്ങും. ഈ മാപ്പ്, ഇതാണ് മാപ്പ്.
നമ്മൾ ഇതിന്റെ നടുക്കുള്ള സ്ഥലത്താണ് ഇറങ്ങിയിട്ടുള്ളത്. എൻ്റെ ഈ മാപ്പിൽ ഇങ്ങനെ ഒരു വൈറ്റ് റൗണ്ട് വരുന്നുണ്ട്. ആ വൈറ്റ് റൗണ്ട്, ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ നിൽക്കണം, മനസ്സിലാവും? അതായത് ഈ വൈറ്റ് റൗണ്ട് ഇങ്ങനെ ചെറുതായി ചെറിയ റൗണ്ടാവും. ഇപ്പം ലാസ്റ്റ് ഈ ഒരു വീടിൻ്റെ വലിപ്പം മാത്രമുള്ള റൗണ്ടായി മാറും, മനസ്സിലാവും? അപ്പം ഈ റൗണ്ടിൻ്റെ പുറത്തുള്ളവരെല്ലാം മരിക്കും. അപ്പം റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കലാണ് കളി, മനസ്സിലാവും? അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലണം. നിങ്ങൾ ഈ സ്ക്വിഡ് ഗെയിം എല്ലാം കണ്ടില്ല? സ്ക്വിഡ് ഗെയിം സീരീസ് ആരും കണ്ടിട്ടുണ്ടാവും? കൊറിയൻ സീരീസ് അതെല്ലാം പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ട് നമ്മൾ സർവൈവ് ചെയ്യുക. ജീവിക്കണമെങ്കിൽ കൊല്ലണം, ബാക്കിയുള്ള ടീമിനെ കൊന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് കളി, മനസ്സിലാവും? ലാസ്റ്റ് സർക്കിള് ചെറുതായി ഈ വീടിന്റെ അത്രയുള്ള സർക്കിൾ ആവില്ലേ? അപ്പൊ ഏത് ടീമാണോ ബാക്കിയുള്ളത് ആ ടീം ജയിക്കും. ആ ജയിക്കുന്നതിനാണ് ചിക്കൻ ഡിന്നർ എന്ന് പറയുന്നത്, മനസ്സിലാവും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സ്റ്റുഡൻസ്? എല്ലാം ഇടും. ഞാൻ പറയുന്നത് സ്ക്വാഡ് ഉണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ബാക്ക് വലിയ, ഞാൻ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്ക്വാഡ് ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്ക്വാഡ് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല, പക്ഷെ എന്നാലും ബാക്ക് വലിയ. ഇപ്പം നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ പൊച്ചിങ്ങിൽ തന്നെ വേറൊരു സ്ക്വാഡ് ഉണ്ട്. സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടീം, 4 ആൾക്കാരുള്ള വേറൊരു ടീം. ഇപ്പം നമ്മൾ ഈ 4 ആളാണല്ലോ ഉള്ളത്. ഞാൻ ഈ 3 ബോണ്ടകള്, അവരുടെ ടീമിൽ ചിലപ്പോൾ 4 നല്ല പ്ലേയേഴ്സ് ആയിരിക്കും. അപ്പം ഞാൻ വേണം അവർ 4 അടിച്ചിടാൻ, കാരണം ഇവന്മാർ പെട്ടെന്ന് ചാവും മിക്കവാറും. നിങ്ങൾ മണ്ടന്മാരാണ്. അപ്പൊ എല്ലാ ടീമിലും ഒരു പ്രോ പ്ലെയർ ഉണ്ടാവും. എന്നെ പോലെ ഞാനാണ് ഈ ടീമിലെ പ്രോ പ്ലെയർ, ഞാനാണ്. അപ്പൊ ഈ ടീമിലെ പ്രോ പ്ലെയർ ഞാനാണ്. കണ്ണൂർ. താങ്ക് യു ബ്രദർ. ഇങ്ങനെയാണ് ഗെയിമിംഗ് എല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കല്, മനസ്സിലാവും? നമുക്ക് നമ്മളെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയും സ്ട്രീമിംഗ് ഇൻഡസ്ട്രിയിലും വളർത്തി കൊണ്ടുവരണം. പുറത്തെ രാജ്യത്തെല്ലാം മ്യൂസിക് ഇൻഡസ്ട്രീനെക്കാളും വലുതാവാൻ തുടങ്ങി. വലുതായിട്ടില്ല, അതിന്റെ അടുത്തെത്താൻ തുടങ്ങി ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലും സ്ട്രീമിങ്ങിലാണ്. എന്താ മോനെ? എന്തിനാ അറിഞ്ഞിട്ടെന്തിനാ? എന്തിനാ പബ്ജി കളിക്കാൻ അറിയാം നിനക്ക്? എനിക്ക് പണ്ടത്തെ കമ്പനിക്കാരെല്ലാം അറിയാം. ആരൊക്കെയാ പേരുകളാറോ? ഞാൻ വാർപ്പില്ലാത്ത വീട്ടിന്റെ മുകളിലുണ്ട്. സ്പാക്കന്റെ പണ്ട് എന്റെ പബ്ജി കളിച്ചോണ്ട് ഇതാ ഈ വാർപ്പില്ലാത്ത ലൂട്ടായില്ലേ? ലൂട്ട് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ നമ്മളെ ബാഗിൽ ഇപ്പൊ സാധനങ്ങൾ പറഞ്ഞില്ലേ? 2 തോക്ക്, ബോംബ്, മെഡിസിൻ. ആള് പുറത്തോട്ട് ഓടി കളിക്കല്ല. വീട്ടിലെ ആള് എല്ലാരും വീട്ടിനുള്ളിൽ കയറി. ഈ വീടാ? ഈ വീട് ഏത് വാർപ്പ്? ഓരോ കയറി അടിക്കും, ഞാൻ പഠിപ്പിച്ചുതരാം. വാ, കളിക്കാറിയാത്ത ഒരാൾ കയറ്. കളിക്കാറിയാത്ത ആരാ? ബാ, ആദിലൊക്കെ ഉള്ള ആരാ? മമ്മുവ നമ്പർ 4 മമ്മുവ. നമ്പർ 4 മമ്മു ഇങ്ങോട്ടേക്ക് വാ. ഇങ്ങോട്ടോ എന്റെ അടുത്തേക്ക് വാ. ഇങ്ങോട്ടോ അതാ ഇവിടെ ആളുണ്ട്. ഓനെ അടിച്ചാ പോയിട്ട് ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് ആളുണ്ട്. പോയിട്ട് അടിക്ക്, ഞാൻ ബാക്കിൽ വരാം. പോയി അടിക്ക്. പോ അടിക്ക്. അടിക്ക്. ഇവന്റെ ലൂട്ടർ അങ്ങനെ കൊല്ലല്, മനസ്സിലാവും? ഇത്ര ഈസി ആയത്? എന്നതാ അപ്പുറത്ത് വേറെ ആള്. ബാ, ഞാൻ പഠിപ്പിച്ചുതരാം. എടാ ആള് അത് പോട്ടല്ല. എനിമി. ഞാൻ പറയുന്നത് ഈന്റെ മുകളിൽ കാത്തുക്ക, ഓൻ ഇങ്ങോട്ടേക്ക് വരും. അതായത് ഇങ്ങോട്ടോ ഞാൻ പറഞ്ഞുതരാം. അതാ ഞാൻ കണ്ട് മാർക്കാവാത്ത കാണിച്ചെന്നാ മാത്രം മതി. ഞാൻ മാർക്ക് ചെയ്ത സ്ഥലത്താണ് ആള്. കണ്ട് അപ്പുറത്ത് പഫർ ഫിഷ് ഉള്ളതല്ലേ? കണ്ട് അവിടെയാണ് ആളുള്ളത്. നമുക്ക് പൊന്തിക്കോട്ടെ. അവന്റെ ചുക്കാമണി ഞാൻ അടിച്ചു പൊട്ടിച്ചു. പഫർ ഫിഷിലും ആളുണ്ട്, പിന്നെ റൈറ്റിലും ആളുണ്ട് കേട്ടോ. അതെനിക്കറിയില്ല. പഫർ ഫിഷിന്റെ അവനെ ഞാൻ തീർത്തോളൂ. ഇല്ല, പഫർ ഫിഷ് അവിടെ അല്ല, അപ്പുറത്താ. ഇവർ ഊട്ടിയിലല്ലോ ട്രിപ്പ് പോയി. നമുക്കേ ഇവിടെ ഇങ്ങനെ കാത്തുക്ക, മനസ്സിലായി? അവരിങ്ങോട്ടേക്ക് വരും. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള ഗെയിമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതായത് എനിമി അപ്പുറത്തെ കോമ്പൗണ്ടിലുണ്ട്. അതായത് അപ്പുറത്തെ വീടുകളുടെ കൂട്ടത്തിന്റെ അടുത്ത് കുറെ എനിമികളുണ്ട്. അങ്ങോട്ട് പോലെ ഇതാരാ? ഷമീറ. ഇല്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ ഇവിടെ ഉറങ്ങാം. ഇങ്ങോട്ട് ഉറങ്ങി കടക്ക്. ആ വീട്ടിലെ ആളുണ്ട്. ബാക്കിൽ ബോട്ടാ, അതിന് കൊല്ല്. അപ്പൊ ആളില്ലേ?
ഷമീർ അവിടെ തന്നെ നടന്നു, ഒരുത്തനും കൂടി വരുന്നുണ്ട്. എന്തോ പച്ച ഇത് അവിടെ ഇരിക്കുക ഇപ്പൊ വരും. എന്ത് പച്ച? ഒരാൾ മരിച്ചതാന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. ഒന്നും അറിയാതെ ഈ കൊറേ പൊട്ടം കളിക്കല്ലേ ഷമീർ. സീരിയസ് ആയിട്ട് ഒരാൾ ഗെയിമിലേക്ക് ഇതാക്കാൻ നോക്കുമ്പോ കൊറേ പച്ച കാണുന്നതൊക്കെ പച്ച കാണുന്ന പൊട്ടി എന്താന്ന് എനിക്ക് അറിയില്ല. ഭയങ്കര തന്നെ. ഞാൻ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പൊ ഞാനില്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആളുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ കടക്കാൻ വേണ്ടത്. ഈ പെട്ടിന്റെ ബാക്കി കടന്നാ കാണൂല. എന്നിട്ട് ഇപ്പൊ എനിമി ഇങ്ങനെ വരുന്ന വിചാരിക്കാം. ഇപ്പൊ നീ എനിമിയായിട്ട് അഭിനയിച്ചേ, ആരെങ്കിലും ഒരാൾ എനിമിയായിട്ട് അഭിനയിച്ച ആടുന്ന് ഇങ്ങോട്ടേക്ക് വാ. ആ വീട്ടിന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വാ. ഇതാ മമ്മ ഇവിടെ കിടക്ക്. എടാ വീട്ടിന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വാടാ നാറി. ഇതല്ല വീട്. ആ വീട്ടിന്റെ അടുത്ത് വാ, നാച്ചുറലായിട്ട് വാ. വാ ഇനി ഇങ്ങോട്ട് വാ. കണ്ടാ ഇപ്പൊ അത് ഷമീർ എനിമിയാന്ന് വിചാരിക്കാം. ഓ നമ്മളെ കാണുന്നില്ല. ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരൊറ്റടി. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. എന്നാ വാ. ഇനി ഇവിടെ ആളുണ്ട്. ലൂട്ട് മൊത്തം. ഇതായിരിക്കും 6x വേണോ? 6x ഇതാ ആള്. വണ്ടി വരുന്നുണ്ട് ഏതോ. പോയി. നമുക്ക് സ്ഥലം മാറ്റി പിടിച്ചാലോ? വാ ഞാൻ പറയുന്ന പോലെ ഇപ്പുറത്തെ ആളുണ്ട് കേട്ടോ. ആരോ വണ്ടി കൊണ്ട് പോയി. വണ്ടി നമ്മളെയും കൂട്ടാ നീയാതാ ഒറ്റക്കല്ലേ. എടാ ഇവിടെ ആളുണ്ട്. എടാ അവിടെ ആളുണ്ട്. ഓക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ഥലം എങ്ങനെ പുഷ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു സ്ഥലത്തുണ്ട്. ഇപ്പൊ നമ്മള് സോണിന്റെ ഉള്ളിലാ, ഈ റൗണ്ടിന്റെ ഉള്ളിലാ. പിന്നെ ഒരു ചോപ്പ് റൗണ്ട് ഉണ്ടാ. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബോംബ് മഴകൾ വരും. മനസ്സിലാവും? അതായത് ഈ ചോപ്പ് റൗണ്ടിന്റെ ഉള്ളിൽ നിന്ന് അത് ഇടയ്ക്ക് മാപ്പിന്റെ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഡേഞ്ചർ സോൺ വരും. ചോപ്പ് ഒരു 10-30 സെക്കൻഡ് ഉണ്ടാവും. ആ ചോപ്പ് സ്ഥലത്തിന്റെ ഉള്ളിൽ മൊത്തം എപ്പോഴും ബോംബുകൾ വന്നുകൊടുക്കും, മിസൈൽ വന്നുകൊടുക്കും. അവിടെ നമ്മള് നിൽക്കരുത്. ഇപ്പൊ നമ്മള് ചോപ്പിലല്ലേ, ചോപ്പിന്റെ പുറത്താണുള്ളത്. എപ്പോഴും സ്റ്റിൽ നമ്മൾ വൈറ്റ് റൗണ്ടിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ നമ്മള് സേഫ് സോണിലാണ്. ഓക്കെ ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ അപ്പുറത്തുള്ള നാട് കണ്ട, ആ നാട് കണ്ട. ഇപ്പൊ ഈ നാടിന്റെ ലെറ്റ്സ്, ഈ നാടിന്റെ പേര് വാമനപുരം. ഈ നാട്ടിൽ ആളുണ്ട്. അല്ല ഇവിടെ ആള്. വാ പുഷ് പുഷ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് റഷ് ചെയ്യല്. വാ. കാരണം എന്താ അറിയോ, ഒരാളെ നമ്മള് ലെഫ്റ്റിൽ ആരോ ആള് കേട്ടെ, ഞാൻ സൗണ്ട് കേട്ടെ. കിട്ടു കിട്ടി. അന്നൊന്ന് രക്ഷിക്കാം. ഇങ്ങോട്ട് പുഷ്. ഒരാള് റിവൈവ് ചെയ്തിട്ട് ഒരാൾ എന്റെ കൂടെ. നീ എന്നെ പുഷ് ചെയ്യും മമ്മോ. നീ പോയിട്ടും ഈ സ്ഥലത്തിന്റെ ഒരു വാമനപുരം. ഞാൻ ചത്ത് കഴിഞ്ഞാ നാറികളെ. ഒരാളെ കൂടോ? നിക്ക് ഇവിടെ നോക്കിട്ട് ആള് രക്ഷപ്പെട്ട്. അപ്പൊ ഇനി ഇവിടെ ഡേഞ്ചർ. എല്ലാരും ഉള്ളിൽ കയറിക്കോ. റിവൈവ് ആയിട്ടുണ്ടോ? റിവൈവ് ആയിട്ട് അടങ്ങ് കയറി നിക്കുന്നുണ്ടോ? വാ. ഓക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് ആളുണ്ട്. ഇപ്പൊ നമ്മളെ സ്ഥലത്തല്ലാണ്ട് അപ്പുറത്തെ ഇതെന്താ? അല്ലാ ഞാൻ ബട്ടൺ ഒന്ന് മാറ്റട്ടെ. ഇപ്പൊ ഒരു സൗണ്ട് കേട്ടില്ലേ? ഏത് ഭാഗത്താ കേട്ടേതാ? ആ ഭാഗത്ത് ആളുണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ട അറിയോ? നേരെ അങ്ങോട്ടേക്ക് പോകരുത്. അവിടെ എത്തുന്ന എടാ സൗണ്ട് ഉണ്ടാക്കാനും പറ്റൂല. മനസ്സിലായോ? അവര് നമ്മളെ ഉണ്ടെന്ന് മനസ്സിലാക്കും. സൗണ്ട് ഉണ്ടാക്കാണ്ട് അവരെ ബാക്കിൽ പോയിട്ട് അവരെ വെടി വെക്കണം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ആ ഭാഗത്ത് ആളുണ്ട്. ഓക്കെ അപ്പൊ ഇങ്ങോട്ടോ ഒരാൾ ഓരോ വീട്ടിൽ നിന്ന്. ഈ വീട് ഈ 3 വീടുകളിലായിട്ട് നിന്ന് ഈ വീട്ടിലൊരാൾ കയറ്. ഈ വീട്ടിൽ കയറി
എല്ലാരും എല്ലാത്തിന്റെ മുകളിൽ കയറി നിൽക്കുക, ഞാൻ പറഞ്ഞുതരാം. എന്നാ പിന്നെ ഷെമി നമുക്ക് മുകളിൽ ഇട്ടാലോ? ഞാൻ മുകളിൽ ഞാൻ ഇവിടെ കയറിയേ, ഇവിടെ വരല. Group which only admired. Stop explaining this to family audience. They are just a group which only admire your good times. We the OGs, Soppy fans. Ayo, family ന്റെ ഓടിക്കോ നിന്റെ എല്ലാം കൊറേ കാണാൻ ഓനെന്തെല്ലോ പറയാനുണ്ടല്ലോ. ഓനെപ്പോ എപ്പോ ഒരു അഭിപ്രായം ഉണ്ടോ? ഓനെന്തെല്ലോ അഭിപ്രായം ഉണ്ടല്ലോ. പോടാ, ഓനക്ക് എപ്പോ അഭിപ്രായങ്ങളാണ്. മുണ്ടാണ്ട് പായും പൂട്ടി ഇന്ന് കളി കണ്ടാ പോരാടാ. എവിടെ നീ അത് പോടാ. Stop explaining this to family audience. They are only admire your good time. എനിക്കൊരു അഭിപ്രായം ഉണ്ട്. നിന്റെ അഭിപ്രായം ആർക്കറിയണ? നായിന്റെ ഓന് കൊറേ അഭിപ്രായങ്ങള്. പോയി റീകോൾ ചെയ്യടാ നാറികളെ. റീകോള് കാണുന്നില്ലല്ലോ. ഞാൻ വരുന്നുണ്ട്, പേടിക്കാതെ. ഇതെന്താ ചെയ്യുന്നത്? ഇത് ആരാ? അതിന്റെ അക്കൗണ്ടില് മമ്മദ് എന്ന് പറയുന്ന മുട്ട പപ്സ് ഹീല് പോലും ചെയ്യാണ്ട്. ഹീലെങ്ങനെ? നീ എന്തിന് ഇവന്റെ കളി കാണുന്ന? എന്റെ കളി കാണും. ഇവന് കളി അറിയില്ല മോനെ. ഞാൻ റീകോൾ ചെയ്യാ. പോയി റീകോള് പോ. ഷെമീർ ലെറ്റ്സ് ഗോ. റീകോളിലേക്ക് ഏത് റീകോളിൽ ആളുണ്ടാവും കേട്ടോ. റീകോളിൽ എന്തായാലും ആളുണ്ടാവും. നമുക്കൊരു വിഷയല്ലാടാ. ഈ കളി കഴിഞ്ഞാൽ ഞാൻ നിർത്തേണ്ട, ഞാൻ കളിക്കുന്നില്ല. വെറുതെ ഇതാക്കല്ലേ. എങ്ങനെയെങ്കിലും റീകോൾ ചെയ്ത് തന്നെ ജീവിപ്പിക്ക്. നമുക്ക് ജയിക്കണം. ഞാൻ റീകോൾ ചെയ്യാൻ പോവല്ലേ. അത് ആ കാർ എടുക്ക്, ഞാൻ പറഞ്ഞുതരാം. എന്താ 800 അത് ഓക്കെ അടിക്കരുത്, ഓക്കെ അടിക്കരുത്. അത് വെയിറ്റ് ചെയ്യാം. അപ്പൊ വൈഫൈ ശരിയാവുമ്പോ ഇതാവും. വൈഫൈ നിന്റെ കണക്റ്റഡ് അല്ല. അതാ ഇതല്ലേ എന്താ നീ ചെയ്യുന്നത്? ഞാൻ 800 എടുത്തു. തെറിയാ? എന്ത് തെറി? ഒരു തെറിയും ഞാൻ വിളിച്ചില്ല. ഒരു മുത്തേ ഒരു തെറിയും ഞാൻ വിളിച്ചില്ല. എന്റെ പൊന്നു മോനെ, ഒരു തെറിയും ഞാൻ വിളിച്ചില്ല. ഓൾഡ് തൊപ്പി മോനെ, ഞാൻ നായിന്റെ വിളിച്ചിട്ട് അവിടെ സ്റ്റോപ്പാക്കി. അതാണ് സെൽഫ് കൺട്രോൾ. മനസ്സിലായി? അതാണ് സെൽഫ് കൺട്രോൾ. ഞാൻ തെറി വിളിച്ചില്ല. ഇനി അഥവാ അറിയാണ്ട് എന്റെ വായന തെറി വന്നാൽ പോലും കുഴപ്പമില്ല. ഗെയിമിന്റെ ഇടയിൽ തെറി അല്ല, അങ്ങനെ അറിയാണ്ട് വന്നുള്ള മാത്രമാണ്. അങ്ങനെ എല്ലാരും ഇനി തെറി വിളിക്കാൻ നിൽക്കല്ലോ കേട്ടോ. അല്ല ഗെയിമിൽ വിളിക്കാൻ നമ്മൾ ഓക്കെ. അപ്പൊ വള്ള റൗണ്ട് ചെറുതായിട്ടുണ്ട് ഇപ്പം. എടാ നമ്മള് ബാക്കിൽ പോകുന്നത് നല്ലത്. അപ്പുറത്താ സോണ് വരുവാ. അപ്പുറത്താന്ന് സോണ് വരുവാ. പിന്നെ വേറൊരു പരിപാടി ഉണ്ട്, ബ്രിഡ്ജ് ബ്ലോക്ക്. അത് നമുക്ക് ചെയ്യാം. ചെയ്യാം. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ബ്രിഡ്ജ് ബ്ലോക്ക് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞുതരാം. വണ്ടി നടുക്കിടരുത്. വണ്ടി നമുക്ക് താഴെ ഇറക്കാം. ഇല്ല സീനില്ല. ഇങ്ങനെ വണ്ടി പോവും. ഈ വണ്ടി ഇങ്ങനെ ഇടാം. അല്ല ഇങ്ങനെയല്ല, ഇവിടെ ഇടാം. ആരും കാണൂല. ഇപ്പൊ ഈ പാലം കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരടിച്ചിട്ടല്ല നമ്മളെ ഉദ്ദേശം. വാ ഇപ്പുറത്തോ, ഓപ്പോസിറ്റോ പറയുന്നത് ഇങ്ങോട്ടോ. ഈ ലോറി ഉണ്ടോ? ഈ ലോറിന്റെ ഉള്ളിലേക്ക് കടക്ക്. അതായത് പാലം കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ പാലം അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ സോൺ ഇപ്പൊ ചെറുതായി കഴിഞ്ഞാല് മനസ്സിലാവും പാലത്തിന്റെ അപ്പുറത്താണോ സോൺ വരുന്നത് അല്ല ഇപ്പുറത്താണോ സോൺ വരുന്നത്. അപ്പൊ അപ്പുറത്താ സോൺ വരുന്നെങ്കിൽ ഇപ്പുറത്തെ ആൾക്കാർ മൊത്തം ആ ഭാഗത്തേക്ക് പോകും. അപ്പൊ ഇവര് പാലത്തിൽ കൂടെ അല്ലാതെ പോയാലോ? കളിക്കാനത് ചത്തില്ലേ? കളിക്കാറിയോ? അല്ലെങ്കിൽ ഇവനെല്ലാം ഒരു തലവേദനയാണ്. ഇവനെല്ലാം കളി പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് പാലത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇതിപ്പോ ഈ സോണ് ചെറുതായി കഴിഞ്ഞാലേ തീരുമാനമാവും. ചെറുതായി ഇത്ര കുഞ്ഞാവും. മനസ്സിലാവും? പാലത്തിന് അടിയിൽ കൂടെ പോകുമ്പോ നമ്മൾ അറിയും. ഇപ്പൊ ഇതിങ്ങനെ നോക്കി നമുക്ക് മനസ്സിലാവും. പാലത്തിന് അടിയിൽ കൂടെ മീൻസ് വെള്ളത്തിൽ കൂടെയാ. ബോട്ട് എടുക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെയൊന്നും പോകില്ല. ബോട്ടൊന്നും അവർക്ക് കിട്ടൂല. സാധ്യത കുറവാ. ബോട്ടുണ്ടത്. ബോട്ടത് ഗണ്ണ് നല്ലൊരു ഗണ്ണ് തന്നെ. നിന്റെ ഏതാ ഗണ്ണ്? ഏതാ എന്റെ വേണ? ഏതാ പേരറിയില്ല. ഒരു M6 അങ്ങനെ എന്തോ. റാംബോന്റെ ഏതാ? എന്നാ മറ്റേ കണ്ടോ? മറ്റേ സാധനം എന്താ? എന്റെ സ്കോപ്പ് ഉണ്ട്. 6ന്റെ 4ന്റെ 2ന്റെ എല്ലാം. എന്റെ DBS എടുത്തോ. എമ്മോ മൊത്തം സാധനങ്ങൾ താടാ. ഇതിന്റെ ഏതാ എമോ? ഇത് ബോംബല്ലോ.
ഇടുവോ അതല്ലോ ആ ബാൻഡേജ് കിട്ടോ അല്ല നമുക്കൊരു കുടിക്കാൻ എന്തെങ്കിലും തരോ സർവത്ത് എന്തെങ്കിലും സാധനം വളി തരാം. വരുന്നുണ്ടേ ഒരു ടീം വരുന്നുണ്ടേ. ആള് വരുന്നുണ്ടാ ഈ പാലത്തിന് അപ്പുറത്ത് ഇപ്പൊ ഒരു ടീം വരും. മോനെ, ഗണ്ണില്ലടാ. അവര് തീർന്നില്ല ഇരിക്കരി കടക്ക് കടക്ക് കടക്ക്. ഇല്ലില്ല ഞങ്ങക്ക് അവരെ കൊല്ലാണ്ട് സമാധാനം കിട്ടൂല. DBS എടുക്ക്. ബാക്കിലൊരു ഗണ്ണ് ഇതാ. നിങ്ങളെന്ത് ഈ ലോറിനെ വെക്കണേ കടന്നു കയറിയെന്ന് ഇറങ്ങിപ്പോയി കൊല്ലു മക്കളെ. എടാ നീ എങ്ങനെയാണ് പൊട്ടിയത്? നീ പറയും നമ്മള് കേക്കൂല. മപ്പാസൻ ഞാൻ രക്തസാക്ഷിയാണ്. രക്തസാക്ഷിയാ എന്തിന്? ഒരാളി കൊല്ലാണ്ട് ഒറ്റയ്ക്ക് നീ മരിക്കുന്ന രക്തസാക്ഷി. ആ നിങ്ങൾ അതിന്റെ ഉള്ളിൽ കടന്നോട്ടെ, ഞാൻ അവിടെ ഉണ്ട്. എനിമീസ് വരുമ്പോ പറയണേ, കാരണം എനിക്ക് സ്കോപ്പെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കളി കളിക്കാൻ പോയത്. എന്താന്ന് ഇത്? റൂം എടുത്തതാ? നീ അങ്ങോട്ട് പോ. വെടിവെച്ച് റാംബോ അറിയാണ്ട് അതാ ഞാൻ ഒതുങ്ങി കിടക്കാൻ പറഞ്ഞത്. അറിയാണ്ട് ബളിയിട്ട് വന്ന് ഒരുത്തനെല്ലാം കൂട്ടിട്ട് കളിക്കാൻ കേട്. ഞാൻ ഇവന്റെ അടുത്ത് ഒതുങ്ങി കിടക്കാതാ പറഞ്ഞത്.